യാത്രയിലാണ് പാർവതിനെ കാണുന്നതും പരിചയപ്പെടുന്നതും പ്രണയിക്കുന്നതും പിന്നെ വിവാഹം കഴിക്കുന്നതും. കോടികൾ വിലയുള്ള ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും പുതിയ ട്രെയിനിലാണ് ഞാൻ കല്യാണം കഴിച്ചത്. അല്ലെ, റിച്ച് ഞാൻ അങ്ങനെയാണ് കണ്ടേ. എന്റെ വിചാരം അതൊക്കെ ഫാന്റസി ആയിട്ട് തന്നെ ഇരിക്കുമെന്നായിരുന്നു. പക്ഷെ അൺഎക്സ്പെക്ടഡ്ലി അതൊക്കെ സംഭവിച്ചു. ട്രെയിനിൽ വെച്ച് കണ്ടുമുട്ടി, അവിടെ വെച്ച് സംസാരിച്ചു. ഹിമാചലില് ക്യാമ്പ് കോർഡിനേറ്റ് ചെയ്യാൻ വന്ന ആളാണ്. നമുക്ക് പറ്റിയ ഒരാളാണെന്ന് മനസ്സിലായപ്പോ മുന്നോട്ട് കൂടെ കൂട്ടാമെന്ന് തോന്നി. 2-3 പോലീസുകാർ വന്ന് പറഞ്ഞു, ഓടി വന്നു, ഞങ്ങൾ ബാഗ് ഇട്ട് വരിക, ഓടി വന്ന് സ്വർണം സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. സംഭവം ആകെ 1000 രൂപയുടെ 100 ഗോൾഡാണ്. ഞങ്ങൾ 0 ഗോൾഡ് ആയിരുന്നു, 0 ലിക്കർ ആയിരുന്നു. എനിക്ക് നിർബന്ധമായിരുന്നു. പ്രോഗ്രാമിന് അന്ന് രാവിലെ വിളിച്ചിട്ട് എടാ വീട്ടിൽ വരെ വരണേ, ഇതേ ഉള്ളൂ കല്യാണം വിളി. ഞാൻ അങ്ങനെ വിളിച്ചു വന്നു അവരെല്ലാം അത്ര സന്തോഷത്തോടെ. പിണക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. വള്ളം പിടിച്ചും ബസ് പിടിച്ചും ഞാൻ നിന്നെ കെട്ടിക്കൊണ്ട് വന്നതിനൊക്കെ കഥകൾ കേൾക്കാറില്ലേ നമ്മൾ? അങ്ങനെ ഒരു കഥയാണ് ഇന്ന് എന്നോട് പറയാൻ വേണ്ടിയിട്ട് 2 യുവ ദമ്പതികൾ എത്തിയിരിക്കുന്നത്. നമസ്കാരം. യുവ ദമ്പതി എന്നൊക്കെ വലിയ ഇതൊക്കെ കൊടുത്താട്ടോ ഞാൻ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻ. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര ദിവസമായി? 7 ദിവസം. നിങ്ങളുടെ കല്യാണത്തിന്റെ വീഡിയോ ഞാൻ കാണുന്നത് ട്രെയിന്, ബസ്, PWയുടെ ഗസ്റ്റ് ഹൗസ്, പിന്നീട് വീണ്ടും വന്ദേ ഭാരത്, മഞ്ചേരിയിൽ നിന്ന് കായംകുളത്തേക്ക്. നമുക്ക് ഒരു ട്രെൻഡ് ഉണ്ട്, അതിന് മുന്നേ പറയാം. പേരും നിങ്ങളുടെ പ്രണയവിവാഹമാണെന്നറിയാം, അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. പറ. പേര് നിഖിൽ. ഞാൻ മഞ്ചേരിയാണ്, മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയാണ്. പിന്നെ യാത്രയിലാണ് പാർവതിനെ കാണുന്നതും പരിചയപ്പെടുന്നതും പ്രണയിക്കുന്നതും പിന്നെ വിവാഹം കഴിക്കുന്നതും. അത്രേ ഉള്ളൂ. പാർവതി എൻ്റെ വീട് കായംകുളത്താണ്. ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഫാന്റസി ഉണ്ടായിരിക്കുമല്ലോ, ഇങ്ങനെ ഒരാളെ കണ്ടുമുട്ടണം, ഇങ്ങനെ ഒരാൾ. എന്റെ വിചാരം അതൊക്കെ ഫാന്റസി ആയിട്ട് തന്നെ ഇരിക്കുമെന്നായിരുന്നു. പക്ഷെ അൺഎക്സ്പെക്ടഡ്ലി അതൊക്കെ സംഭവിച്ചു. ട്രെയിനിൽ വെച്ച് കണ്ടുമുട്ടി, അവിടെ വെച്ച് സംസാരിച്ചു. ഹിമാചലില് നമ്മൾ അങ്ങോട്ട് കോളേജിൽ നിന്ന് ട്രിപ്പ് പോകുന്ന സമയത്താണ് കണ്ടുമുട്ടുന്നത്. നമ്മുടെ ക്യാമ്പ് കോർഡിനേറ്റ് ചെയ്യാൻ വന്ന ആളാണ്. പിന്നീട് അങ്ങോട്ട് നല്ല സൗഹൃദത്തിൽ പോയി, നമുക്ക് പറ്റിയ ഒരാളാണെന്ന് മനസ്സിലായപ്പോ മുന്നോട്ട് കൂടെ കൂട്ടാമെന്ന് തോന്നി. മഞ്ചേരിയിൽ നിന്ന് ട്രെയിൻ കയറുന്നതാണ് ഫസ്റ്റ് ഇട്ടിരിക്കുന്നത്. തിരൂരിൽ നിന്ന് ഇട്ടേക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് അയ്യോ തിരൂരിൽ നിന്ന് ഒരാൾ ട്രെയിനിന് വന്ന് കല്യാണം കഴിച്ചിട്ട് പോകും, അത് ഫസ്റ്റ് നമ്മളെ സംബന്ധിച്ച് വെച്ചാൽ അയ്യോ അതൊരു കുറച്ചിൽ പോലെ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ട്രെയിനിൽ വന്ന്, അത് ഞാൻ കുറച്ചിലാണെന്ന് പറയാൻ കാരണം ഇത്രയും സൗകര്യങ്ങളുണ്ട്. അതായത് ബസ്സിനൊക്കെ വന്നാൽ ഇത്ര സമയം കൊണ്ട് വന്ന കല്യാണം കഴിച്ചിട്ട് പോകുന്ന ഇതിലാണ്. ട്രെയിന് അത് നീ എന്താ പൈസ പിശുക്കുവാണോ എന്ന് വരെ ചോദിക്കുന്നവരുണ്ടാവും. അല്ല, പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഏറ്റവും വില കൂടിയ വാഹനം ഇന്നിപ്പോ ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിനാണ്. അല്ലെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ എത്ര ഒരു വാഹനമാണെങ്കിലും ഒരു മിനിമം 40 ലക്ഷം രൂപ 30 ലക്ഷം രൂപ, ഇന്നവയാണെങ്കിൽ ഒരു 30 അങ്ങനെയൊക്കെ വരുള്ളൂ. ഇത് അതിന്റെ ഒക്കെ എത്രയും കോടികൾ വിലയുള്ള ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും പുതിയ ട്രെയിനിലാണ് ഞാൻ കല്യാണം കഴിച്ചത്. അല്ലെ, റിച്ച് ഞാൻ അങ്ങനെയാണ് കണ്ടേ. അങ്ങനെയാണ് കാണേണ്ടത്. ചില നിങ്ങളുടെ ഫാമിലി എന്നുള്ളവരൊക്കെ എങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നത്? ഒരു ട്രെയിൻ തന്നെ വന്നത്. പിന്നെ ഞങ്ങൾ വന്ന ട്രെയിനിനല്ല അത്. പിന്നെ നമ്മൾ എന്താ വെച്ചാല് അവർക്ക് പെട്ടെന്ന് ഇറങ്ങേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിലെത്തുന്നതിന്റെ മുമ്പ് വീട്ടിലെത്തണം എന്ന് ഉണ്ടായിരുന്നു. അപ്പൊ അവർ നേരത്തെ ഇറങ്ങി. ഞങ്ങൾ പിന്നെ വന്ദേ ഭാരത് പിന്നെ കുറച്ച് സമയം മതി, ഒരു 3. അല്ല, തിരിച്ചാണ് നിങ്ങൾ വന്ദേ ഭാരത്. ഞാൻ ചോദിച്ചത് കല്യാണത്തിന് അവിടെ നിന്ന് വീട്ടുകാരെങ്ങനെ ഇങ്ങോട്ടേക്ക്? വീട്ടിൽ ട്രെയിനിനെ വന്നേ. ട്രെയിൻ വന്നിട്ട് അവരെവിടെയാ താമസിച്ചത്? അവര് റെസ്റ്റ് ഹൗസിൽ, റെസ്റ്റ് ഹൗസിൽ 650 രൂപയൊക്കെ എന്തൊരു പിശുക്കനാന്ന്. 400 രൂപ. ഞാൻ വീണ്ടും 150 രൂപ കൂട്ടിയതല്ലേ? 400 രൂപ. അത് പിന്നെ എല്ലാവർക്കും അറിയാം. അതായത് നമ്മളിപ്പോ 2 പേർക്ക് താമസിക്കാൻ 400 രൂപയും പിന്നെ പെർ ഹെഡ് എന്തോ ഒരു ഗവൺമെന്റ് റേറ്റ് ഉണ്ട്. നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് പോകും. അത് വെച്ചിട്ടാണ് സിമ്പിൾ ആയിട്ടാണ് ചെയ്തത്. പിന്നെ നമ്മള് കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം അല്ലല്ലോ. 2 പേര് വളരെ പേഴ്സണൽ ആയിട്ട് ഒരു തീരുമാനം എടുക്കുന്നു, കുടുംബങ്ങൾ സമ്മതിക്കുന്നു, നമ്മൾ ജീവിക്കാൻ തീരുമാനിക്കുന്നു. പിന്നീട് അങ്ങനെയുള്ള ചെലവ്. പിന്നീടുള്ള യാത്രകളിലാണ് സിംഗിൾ ടിക്കറ്റ് പകരം ഡബിൾ ടിക്കറ്റ് എടുക്കേണ്ട അവസ്ഥയ്ക്ക് പോകണം. അതെ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ഞങ്ങളത് രജിസ്റ്റർ മാരേജ് ഒതുക്കണ്ടായിരുന്നു. പക്ഷെ പിന്നെ പാർവതിന്റെ അച്ഛന് ഒരു ആഗ്രഹമുണ്ട്, ഒരു ഫംഗ്ഷൻ ആയിട്ട് നടത്തണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, അങ്ങനെ ഞാൻ വളരെ ചുരുങ്ങിയ കുറച്ച് ഒരു 15-16 പേരായിട്ട്. ഞാൻ നിങ്ങളുടെ റീൽ ഫസ്റ്റ് കാണുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് വന്ദേ ഭാരതിന് തിരിച്ചു പോവാന്ന് പറയുന്നത് ഏകദേശം ഇതുപോലത്തെ ഒരു കളർ ഷർട്ട് എങ്ങാണ്ടാന്ന് തോന്നി. അല്ല, ഇതുപോലത്തെ ഒരു കളർ ഷർട്ട്, ജുബ. അപ്പം പാർവതി ഞാൻ നോക്കുമ്പോൾ സ്കൂൾ കുട്ടിയെ ബാഗ് ഒക്കെ ഫുള്ള് എല്ലാം സ്വർണ്ണമൊക്കെ ഉണ്ട്, ഭയങ്കര കൂളായിട്ട് പോയിട്ട് വരാന്ന്. ഞാനല്ലേക്ക് ഈ പെൺകുച്ചിനെ കെട്ടിച്ചത് തന്നെയല്ലേ? കാരണം ഇത് ഡ്രസ്സ് നമ്മുടെ നമ്മുടെ അത്രയും സ്വർണ്ണാഭരണങ്ങള്, ഇതിനിടയ്ക്ക് മുല്ലപ്പൂ അത്ര തന്നെ. എങ്ങനെയാണ് ആ ഒരു സമയം? ഞാൻ പറഞ്ഞാൽ നമുക്കൊരു ഇഷ്ടമാണ്, ഈ പറഞ്ഞാലൊരു ഇങ്ങനെയൊക്കെ നടന്ന ആഗ്രഹമുണ്ട്, ആഗ്രഹം നേരിട്ട് വന്നപ്പം മറ്റുള്ളതൊക്കെ അങ്ങ് മാറി നിന്നാണോ? അല്ല, ഞങ്ങള് ട്രെയിനിൽ വന്നപ്പോൾ റെയിൽവേ സ്റ്റേഷൻ, ആലപ്പുഴ സ്റ്റേഷനിൽ 2-3 പോലീസുകാർ വന്ന് പറഞ്ഞു,
ഓടി വന്നു ഞങ്ങൾ ബാഗ് ഇട്ട് വരിക, ഓടി വന്ന് സ്വർണം സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. സംഭവം ആകെ 1000 രൂപയുടെ 100 ഗോൾഡാണ്. കമന്റ് എങ്ങനെ പോകും ആ കുട്ടീനെ കൊണ്ട് നീ ഇങ്ങനെ സ്വർണം കൊണ്ടുപോയി എങ്ങനെ അവള് ജീവിക്കുന്ന ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ അത് അതല്ല, ട്രെയിനിൽ സേഫ് ആയിരിക്കുമോ? വന്ദേഭാരതിൽ എന്തായാലും നല്ല സേഫ് ആയിരിക്കും. കാരണം എല്ലാവരും കേറുന്നില്ലല്ലോ വന്ദേഭാരതിലോട്ട്, കുറച്ച് ആൾക്കാരല്ലേ കേറുന്നുള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു വന്ദേഭാരതിൽ കയറിയപ്പോ ആൾക്കാരുടെ? അത് ഏറ്റവും കൂടുതലായത് ഞങ്ങള് കണ്ടില്ല. ആലപ്പുഴ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുമ്പോൾ പിന്നെ നിലമ്പൂർ ഇലക്ഷന് വേണ്ടിയിട്ട് രമേശ് ചെന്നിത്തല സാറും ടീം പോകുന്നുണ്ട്. അപ്പൊ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യാം അങ്ങനെ. അപ്പോൾ സാധാരണ നമ്മൾ ഒരാളെ കാണുമ്പോൾ അങ്ങോട്ട് ചിരിക്കുന്നില്ലേ, ഇത് മൂപ്പര് വന്ന് കൈ തന്നു. എവിടെയാണ് സ്ഥലം എന്ന് വെച്ചു. പിന്നെ ഇങ്ങനെ മലപ്പുറത്താണ് ഇവളുടെ. പുള്ളി ഫോട്ടോ എടുത്തു. ഇങ്ങോട്ട് ചോദിക്കും ഫോട്ടോ എടുക്കുന്നില്ലേ? അതിന് പുള്ളി ഫോട്ടോ എടുത്തിട്ട് പിന്നെ തിരിച്ചു പോകുമ്പോൾ ട്രെയിനിലുണ്ട്, ഞങ്ങളെ തൊട്ടപ്പുറത്താണ് തിരൂര് ഇറങ്ങി. അപ്പൊ ഇറങ്ങുമ്പോൾ പോകുമ്പോൾ കളർ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇവരാണെന്നുള്ളത് രീതിയിലേ. ഞങ്ങൾ പറഞ്ഞു ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു. ഇത് പിന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല. പിന്നെ സ്റ്റേഷനിൽ വരുമ്പോൾ പിന്നെ ആൾക്കാർ ഇങ്ങനെ നോക്കുമ്പോഴേ നമ്മൾ എന്തോ ഒരു വേറെന്തോ ചെയ്ത പോലെയൊക്കെ. മറ്റേ പുതിയ ഇതില് റീലുണ്ടല്ലോ, എന്താ സൂചിച്ചിട്ടാ നാട്ടുകാരൊക്കെ നോക്കുന്നത് എന്നറിയില്ല. അതേപോലെ എനിക്കത് ഉള്ളിൽ ആ സാധനം ഇങ്ങനെ അവളോട് പറയണമെന്നുണ്ട്. ട്രെയിനിൽ കയറിയപ്പോ ആളുകളൊക്കെ ഇങ്ങനെ സംസാരിക്കാനൊക്കെ വന്നു. അല്ലെങ്കിൽ ചിരിച്ചു കിട്ടിയാറൊക്കെ വെച്ചപ്പോ അവർക്ക് മനസ്സിലായി സംഭവം. കാരണം നമ്മൾ ഒന്നാമത് ഒരു ഫോണിൽ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പൊ പൊതുവെ കോസ്റ്റ്യൂം ഇതാണ്. അപ്പൊ പിന്നെ വെള്ളം തരുന്ന ബായി ഒക്കെ എടുത്ത് വന്ന് ചിരിക്കും. വെള്ളം ശരിക്കും ഒരു ബോട്ടിൽ എന്നാ മതി, വെള്ളം നിന്ന് ചിരിച്ചിട്ട് ഞാൻ അടുത്ത ബായി വീണ്ടും വരും. എത്ര പ്രാവശ്യം ഞാനിങ്ങനെ കുമ്പിടണം. പിന്നെ ഫുഡും ഉണ്ട്. ഞാൻ അതാ മെയിൻ ആയിട്ട് നോക്കിട്ട്. കാരണം നമ്മളിപ്പോ ഇവിടുന്ന് പോയി ഒരു ആലപ്പുഴയിൽ നിന്ന് കയറി 9 മണിയാകുമ്പോൾ വീട്ടിലെത്തി. തിരൂരിന്ന് കുറച്ചുണ്ട്, 1.5 മണിക്കൂർ റണ്ണിങ് ഉണ്ട്. അപ്പൊ പിന്നെ വീണ്ടും പോയി ഫുഡ് കഴിച്ച് വീട്ടിൽ പോകണം. ഇത് വന്ദേഭാരതിൽ ഫുഡും ഉണ്ട്, ഡിന്നറും കഴിഞ്ഞ് വീട്ടുകാർക്കുള്ള ഫുഡ് ഞാൻ വേറെ ട്രെയിനിൽ അറേഞ്ച് ചെയ്തു. നമ്മൾ വന്ദേ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തു. അപ്പൊ ഫുഡ് ടെൻഷൻ ഫ്രീ ആയിട്ട് അവര് വേറെ ട്രെയിനിലാണ്, അവര് ഇതിലാണ് ആലപ്പുഴ എക്സിക്യൂട്ടീവ് കണ്ണൂർ എക്സിക്യൂട്ടീവ്. അപ്പൊ അവർക്കുള്ള ഫുഡ് ഞാൻ നമ്മുടെ സുഹൃത്തുണ്ട് നെഹദി മന്തിയിൽ, അപ്പൊ അവനെ വിളിച്ച് അവൻ സെറ്റാക്കി. ഓക്കെ, നമ്മളൊരു ടൂർ പോലെ പ്രോഗ്രാംസ് ചെയ്യുന്നോണ്ട് അറിയാം എന്താണ് ഇതിന്റെ ഒരു പ്രശ്നം എവിടെ ഉണ്ടാവും എന്നുള്ള സൂചന ഉള്ളതുകൊണ്ടേ എല്ലാവരും ഫുഡും കഴിച്ച് ഹാപ്പി ആയിട്ട് തിരികെ ഇറങ്ങുന്നത്. പിന്നെ നേരെ വീട്ടിലേക്ക് പോയാൽ മതി, വേറെ അതിൻ്റെ ഇടയിൽ വേറൊരു പ്രോഗ്രാംസ് ഒന്നുമില്ല. പിന്നെ എന്തായാലും ആളുകൾ ശ്രദ്ധിക്കുന്നറിയുന്നു. പക്ഷെ ആദ്യം ഞാനിത് എന്റെ മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാവരും ഇപ്പൊ എങ്ങനെയാ വിവാഹം എന്ന് പറയുന്നത് ഒരു 2 ദിവസത്തെ അല്ലെങ്കിൽ 3-4 ദിവസത്തെ പ്രോഗ്രാമാണ്. അതൊരു 3-4 വർഷത്തെ ഇങ്ങോട്ടേക്ക് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലേക്കുള്ളൊരു മെഹന്തി 1 വീക്ക് പ്രോഗ്രാമാണ്. കല്യാണത്തിന് അന്ന് വരെ 1 വീക്ക് മെഹന്തി, പിന്നെ കസിൻസ്, അങ്ങനെ പണ്ട് നമ്മുടെയൊക്കെ എന്റെയൊക്കെ ചെറുതില് നാട്ടുമ്പുറങ്ങൾ തലേന്നാണ് കല്യാണം വിളിച്ചിട്ട് വരാൻ പറയുന്നത്. അപ്പൊ തലേന്നാണ് നമുക്കൊരു ഓളം. പാട്ട് പരിപാടി കോഴിക്കോട് ഭാഗത്തൊക്കെ ഉണ്ട്. കോഴിക്കോട് ഭാഗത്ത് ഇപ്പോഴും ഉണ്ട്. ഒരാഴ്ചത്തെ കല്യാണവും ഒരാഴ്ചയൊന്നും അടുത്തുള്ള വീടുകളിലൊന്നും ഭക്ഷണം ഉണ്ടാകൂല. അത് അവിടെ പച്ചക്കറി അരിയിലും പാട്ടും പരിപാടിയും തലേന്ന് കുറിക്കല്യാണം എന്ന് പറയും. നമ്മൾ ഈ പിന്നെ ക്യാഷ് കൊടുക്കുന്ന പ്രോഗ്രാം അങ്ങനെയൊക്കെ ഇതിപ്പോഴും ഉണ്ട്. പക്ഷെ ഇപ്പൊ അത് മാറി. ഇപ്പൊ സംഭവം മാറിയിട്ട് ഒരു ബാധ്യതയിലേക്ക് എത്തി. എന്റെ പേഴ്സണൽ അറിയാവുന്ന പല സുഹൃത്തുക്കളും പിന്നെ ഒരു കല്യാണം കഴിഞ്ഞ 2-3 വർഷം അവർ ഒന്നിനും കിട്ടൂല. അപ്പൊ പണിയെടുത്തോണ്ടിരിക്കുക, ഈ പണം തീർക്കണ്ടേ. കല്യാണം ഉറപ്പിച്ച അപ്പൊ ഐഫോൺ കൊടുത്തിരിക്കണം. പിന്നെ ഐഫോൺ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവന്റെ മെയിൻ സാധനം. ഐഫോൺ കൊടുത്ത അടുത്തൊരു എൻഗേജ്മെന്റ് ആയി, പിന്നെ അടുത്തതായി ഗിഫ്റ്റായി. ഇതൊരു അങ്ങനെ പോലും. അപ്പൊ ഞാനിതിങ്ങനെ കാണാണ് ഒരാള് വളരെ പിന്നെ ഫിനാൻഷ്യലി ഒന്നെങ്കിൽ പഠിച്ച് ജോലി നേടി ഇങ്ങനെ പോകുമ്പോഴാവും കല്യാണം വരുന്നത്. പിന്നീട് അങ്ങോട്ട് താഴേക്ക് പോവാ ഫിനാൻഷ്യലി. ഇവരിങ്ങനെ കാണുമ്പോൾ തോന്നും ഞാൻ ശരി എത്ര എന്റെ കല്യാണം അവിടെ. ഞാൻ ഉടനെ പറയും മോൻ തന്നെ പറയും അനക്ക് ഇത് എങ്ങനെങ്കിലും ഇതിനെതിരെ കല്യാണം കഴിക്കാൻ അങ്ങനെ ചെയ്യാനുണ്ടോ. ഞാൻ ഉറപ്പായിട്ട് ഞാൻ ചെയ്യുള്ളൂ, തീരുമാനിച്ചതാണ്. കാരണം എന്താ പറയുക, നമുക്കൊരു ആളെ കാണിക്കാൻ ചെയ്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മളിപ്പോ ഒരാൾക്കൊരു നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ അയാൾ കഴിച്ചിട്ട് 2 അഭിപ്രായം പറയും. ഒരാൾ പറയും നല്ല ഫുഡ് ആയിരിക്കും പറയും, ഒരാൾ പറയും എനിക്ക് ഇഷ്ടമായില്ല പോരാന്നും പറയും. അപ്പൊ നമ്മളെ ആളുകൾ എന്ത് നോക്കിയിട്ടൊന്നും കാര്യമില്ല. നമുക്ക് എന്താണോ ഓക്കെ എന്ന് തോന്നുന്നത് അങ്ങനെ ചെയ്യാം. അപ്പൊ ഞാനത് ഓൾറെഡി സിമ്പിൾ ആയിട്ട് ഒരു വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പൊ അവരും ഓക്കെ എന്ന് പറഞ്ഞു. വീട്ടില് സംസാരിച്ചപ്പോ വീട്ടിലൊക്കെ ആയിരുന്നു. വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ, ഞങ്ങളും എന്റെ അനിയന്മാരുണ്ട്, 2 അനിയന്മാരുണ്ട്. അപ്പൊ നമ്മൾ 3 കൂടെ കാര്യങ്ങളൊക്കെ ചെയ്തായി. പിന്നെ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊന്നും പാളിയിട്ടില്ല. അപ്പൊ ആ ഒരു വിശ്വാസത്തില് വീട്ടുകാരും പറഞ്ഞു ഓക്കെ. എന്താന്ന് വെച്ചാല് എന്റെയൊക്കെ അപ്പന്റെ ഒക്കെ കാലഘട്ടത്തില് ചിലപ്പോ ഒരു പക്ഷെ അവര് നടന്നൊക്കെ അമ്പലത്തിലൊക്കെ നടന്നും ബസ്സൊക്കെ കയറിയിട്ടായിരിക്കും.
എൻ്റെ ഒരു ചെറിയ കാലഘട്ടം ജീപ്പായിരുന്നു പണ്ടൊക്കെ. പഴയ 4x4 ആ 4x4 ജീപ്പില് റിബൺ അന്നത്തെ ഏറ്റവും വലിയ. അംബാസഡർ കാറായിരിക്കും. എൻ്റെ ഇതിൽ അംബാസഡർ കാറൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഇതിൽ കാറ് വരുന്നിട്ടുണ്ട്, മാരുതിയൊക്കെയാണ്. പക്ഷെ നമ്മള് സിനിമയിലാണ് ഈ അംബാസഡർ ഒക്കെ. ഞാൻ അച്ഛന്റെ വേണ്ടി ആൽബത്തിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, പാടത്ത് കൂടെ ഇങ്ങനെ നടന്നു പോവാ. അപ്പൊ കൊറേ പേരുണ്ട്. അമ്മ കരച്ചിലോട് കരച്ചില്ല, നിങ്ങളോട് പറഞ്ഞു അതിന് നിൽക്കരുത്, ചിരി വരും. അപ്പൊ പിന്നെ നേരെ പോയിട്ട് കാറിന്റെ ഡോർ തുറന്നു തുറക്കാൻ 10 പേര് ഇറങ്ങാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചു അംബാസഡർ കാറിന്റെ കാര്യം. അല്ല അപ്പൊ അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് ജീപ്പ് വന്നു. ഞാൻ പറഞ്ഞില്ല, ജീപ്പ് വന്നതിന് ശേഷം ഈ റിബൺ ആയിരുന്നു. പിന്നീട് ഇങ്ങോട്ട് വന്നിട്ട് ടൂറിസ്റ്റ് ബസ്സായി. ഭയങ്കരമാണ് അത്. അതെന്താ വെച്ചാൽ നമുക്കൊരു കല്യാണം ശരിക്കും നമ്മളൊക്കെ കൂടാൻ പോകുന്നത് എന്തിനാണെന്നറിയാം, നമുക്ക് തുള്ളാൻ. ആ വണ്ടിയിലല്ലേ നമ്മുടെ കസിൻസിന്റെ ഒക്കെ പറയുമ്പോ ആ വണ്ടിയിൽ പോവുക, തുള്ളുക, കളിക്കുക, തിരിച്ചു വരിക. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിങ്ങൾ കുറെ ആളുകൾക്ക് ട്രെയിൻ ബുക്ക് ചെയ്ത് ഇങ്ങനെ ഇരുത്തിക്കൊണ്ട് പോയല്ലേ അല്ലേ? ട്രെയിനിൽ പല ആളുകളും എന്റെ ഫാമിലിയിൽ കൂടുതൽ പേരും ട്രെയിനിൽ യാത്ര ചെയ്യാത്തവരുണ്ട്. ഇത് 15 ഒരു 6-7 പേരെ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ളൂ. കാരണം ഞങ്ങൾക്ക് മഞ്ചേരിയിലൊന്നും ഞങ്ങൾക്ക് ട്രെയിനിലെങ്കിലും ഞങ്ങൾക്ക് വലിയ വിഷയമൊന്നുമില്ല. കാരണം എല്ലാ സ്ഥലത്തേക്കും ബസ് സർവീസുകളുണ്ട്. നമ്മൾ മലപ്പുറം ദൂരേക്ക് പോകുമ്പോൾ മാത്രമേ ട്രെയിനിന്റെ ആവശ്യമുള്ളൂ. പല ആളുകളും നമ്മുടെ ഫാമിലിയിൽ ഫസ്റ്റ് ട്രെയിൻ കയറുക. അവർ ആദ്യത്തെ ട്രെയിൻ യാത്ര, കുട്ടികളുടെ ആണെങ്കിലും ഫസ്റ്റ് ട്രെയിൻ യാത്രയാണ്. അപ്പോൾ അത് ഞാനത് ആലോചിച്ചു, നമുക്കൊരു വേറെ ഓപ്ഷനിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് പോകേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രെയിനിൽ പോകേണ്ട ഒരു ആവശ്യം വരുന്നുള്ളൂ. ഇനി ഇതിലൊരു കഥയല്ല, ഇതൊരു ചോദ്യം പോലെ തന്നെ. അതായത് ഇപ്പം അവിടെ നിന്ന് ഇവിടെ വരെ ഒരു വണ്ടി വരുന്നതിന് ഇപ്പം നിങ്ങൾ അവിടെ നിന്ന് എത്ര പേര് വന്നിട്ടുണ്ടായിരുന്നു? 15 പേര്. ഒരു വണ്ടി വരുന്നതിനും അല്ലെങ്കിൽ ഒരു 30 പേരെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ 40 പേരുടെ ഒരു ബസ്സിനുള്ള ആളെ കൊണ്ടുവരുന്ന ഒരു വണ്ടിക്കൂലിയും ഈ ട്രെയിൻ യാത്രയുടെ വണ്ടിക്കൂലി ഏതാണ് ഏറ്റവും? ട്രെയിൻ യാത്രയുടെ ആണല്ലേ, അത് ഏറ്റവും ലാഭകരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ട്രെയിൻ തന്നെയാണ്. എങ്ങനെ നമ്മൾ നമുക്ക് സ്റ്റേഷനിലേക്ക് പോയി വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് ബസ്സാണെങ്കിൽ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് കയറാം. ട്രെയിനിൽ നമുക്ക് ആ സ്റ്റേഷനിൽ ചിലപ്പോൾ എത്ര ദൂരം ഉണ്ട് എന്നുള്ളത് ഡിപ്പെൻഡ് ആണല്ലോ. അപ്പൊ ഏറ്റവും ഇപ്പോഴും ടോട്ടൽ നോക്കുമ്പോഴും എനിക്ക് തോന്നുന്നു ബസ്സിന്റെ പകുതി പോലും ആയിട്ടുണ്ടാവില്ല. വന്ദേ ഭാരതിൽ നോക്കുകയാണെങ്കിൽ മാത്രമാണ് അടുത്തെത്തിയത്, പകുതിയുടെ അടുത്തെത്തിയത്. അല്ലാന്നുണ്ടെങ്കിൽ അല്ലല്ല, ഫ്രണ്ട്സ് ഉണ്ട്, 3-4 ഫ്രണ്ട്സ് ഉണ്ട്. നമ്മുടെ ഫ്രണ്ട്സും ഉണ്ട്, 5 പേരുണ്ട്. പിന്നെ അത് ഫുഡൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ സെയിം തന്നെയാണ്. നമ്മളിപ്പോൾ ട്രെയിനിൽ വന്ന ഒരു സ്ഥലത്ത് പോയി എല്ലാവരും കൂടി ഇവിടെ പിന്നെ ഫുഡ് അവിടെ പോയി കഴിച്ച് അപ്പോൾ പോകുമ്പോഴും നോക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു പകുതി നമ്മുടെ നോർമൽ ഒരു ബസ്സിന് പോയി കല്യാണം കഴിക്കുന്നതിന്റെ പകുതി എക്സ്പെൻസ് ആയിട്ടുണ്ടാവുള്ളൂ. കായംകുളത്ത് എവിടെയായിട്ടാ വീട്? രണ്ടാംകുറ്റി. റെയിൽവേയുടെ അടുത്താണ്. അല്ല പിന്നെ അവിടെ നിന്ന് നടന്നാണോ വന്നത്? അല്ലല്ല, പിന്നെ റെസ്റ്റ് ഹൗസിൽ ഞങ്ങൾ വണ്ടി തന്നെ പോയി, ഒരു ചെറിയ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ട്രെയിൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ നോക്കിയിരുന്നു. അല്ല നമ്മള് മുംബൈയിലോ ഡൽഹിയിലോ ആണെങ്കിൽ ചെറിയ ട്രെയിനുകളും മെട്രോ ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെയാണെങ്കിൽ നമുക്ക് നോക്കായിരുന്നു. ഞാൻ ശ്രമിച്ചിരുന്നു, അവിടുന്ന് കിട്ടാൻ വേണ്ടി നോക്കിയിരുന്നു, പക്ഷെ കിട്ടിയില്ല. കിട്ടിയത് ഇപ്പുറത്തുനിന്നാണ്. പാർവതിയുടെ വീട്ടിൽ ഇതിനെ കുറിച്ച് സംസാരിച്ചപ്പോ എന്തായിരുന്നു? എല്ലാവരും ഫുൾ ഓണാ. ട്രെയിൻ ഞങ്ങൾ റെഡിയാ. സാധാരണ ദൂരോട്ട് കല്യാണം കഴിച്ച് വിടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ കാണും. അത് വിഷമം ഉണ്ടെങ്കിലും എല്ലാവരും റെഡിയാണ്. ഞങ്ങൾ ട്രെയിനിൽ വന്നേക്കാം, പ്രശ്നമില്ല. അവിടെ നിന്ന് 30 പേര് വന്നത് ട്രെയിനാണ്. ഇതിനു മുമ്പേ വീട്ടിൽ നിന്ന് അങ്ങോട്ട് വീട് കാണാനും കാര്യങ്ങൾക്കും എല്ലാം പോയത് ട്രെയിനാണ്. അപ്പൊ അച്ഛൻ അതിന്റെ ഇടയ്ക്കൂടെ പറയും വേണേ ഒരു വണ്ടി വിളിക്കാം, ബസ്സിൽ പോവാം. പക്ഷെ ആൾക്കാർ അപ്പൊ വീട്ടിൽ റിലേറ്റീവ്സ് എല്ലാം പറയും വേണ്ട, ട്രെയിന് കുഴപ്പമില്ല, ട്രെയിൻ ആകുമ്പോ കുറച്ചുകൂടെ കംഫർട്ടബിൾ, വാഷ്റൂം പോവാം. ലേഡീസ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ നമ്മൾ ബസ് ആകുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പൊ നാഷണൽ ഹൈവേന്റെ വർക്ക് നടക്കുക, പല സ്ഥലങ്ങളും പൊളിച്ചിട്ടിരിക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരാൾക്ക് വാഷ്റൂം പോകണമെങ്കിൽ 2 സൈഡ് റോഡ് മാത്രമേ ഉള്ളൂ, ഈ പമ്പുകളൊക്കെ വർക്ക് കിടക്കുക. അപ്പൊ ട്രെയിൻ ആകുമ്പോൾ വിഷയമില്ലല്ലോ, ഒരാളൊപ്പം പോകണമെന്നേ ഉള്ളൂ, ഇപ്പൊ ഡോറ് വരെ, അല്ലാതെ പ്രശ്നമില്ലല്ലോ. അപ്പൊ അതാണ് അപ്പൊ എല്ലാരും റെഡിയാ. കുറച്ച് ഇപ്പം അവിടെ തന്നെ കൊണ്ടുപോവാത്തതിന് വിഷമമുള്ള ആൾക്കാരുണ്ട്. എല്ലാരും റെഡിയാണ് വരാന്, ദൂരമാണെങ്കിലും ഞങ്ങൾ വന്നോളാം. അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്, ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരുണ്ട്. വീട്ടില് ചിറ്റപ്പന് വയ്യാത്ത ഡയാലിസിസ് ചെയ്യുന്ന, പക്ഷെ ചിറ്റപ്പനും റെഡിയാണ് വരാൻ വേണ്ടിട്ട് മുന്നിൽ നിൽക്കുക. ഞാൻ വരുന്നുണ്ട്, ട്രെയിനിൽ പോവാനാണെങ്കിലും എല്ലാത്തിനും ഉണ്ടെന്നൊക്കെ പറഞ്ഞ്. നമ്മളുടെ ഇഷ്ടമാണ് ഇങ്ങനെ. എങ്ങനെ ഇപ്പൊ പറഞ്ഞ പോലെ നിങ്ങളുടെ നാട്ടില് ഒരുപാട് ആളുകൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ട് കല്യാണം മൂലം. പിന്നീട് നമ്മൾ ജീവിക്കുന്നത് ശരിക്കും. അപ്പം ഇതിങ്ങനെ ചെലവ് കുറച്ച് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മതി, ഉള്ളവരെ സാറ്റിസ്ഫൈ ചെയ്താൽ മതി എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് പോയിട്ട് ഇപ്പം ഇത്ര 7 ദിവസമായി. എങ്ങനെയുണ്ട് മറ്റുള്ള റെസ്പോൺസ്? അതായത് എന്നാ നീ ഞങ്ങളെ വിളിച്ചില്ലല്ലോ, അതുകൊണ്ട് എങ്ങനെയാ ഞങ്ങൾക്ക് പിണക്കം അങ്ങനെയൊക്കെ ഉണ്ടോ? അല്ല, ഇതിന് ഞങ്ങൾ ഈ പ്ലാന് ഓൾറെഡി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ട് അത് ആളുകളോട് പറഞ്ഞ സമയത്ത് എല്ലാവരും ചിന്തിച്ച ഒരു ഇതുണ്ട്. സാധാരണ ഞാൻ പറഞ്ഞ പോലെ തന്നെ
പിന്നെ ഒരു നോർമൽ കല്യാണം, ഒരു 1000-2000 പേരെ വിളിക്കുന്നു, പറഞ്ഞ പോലെ 4-5 ദിവസത്തെ ഫംഗ്ഷൻ വരുന്നു, പിന്നെ തലേന്ന് പാട്ടുണ്ടാവുന്നു, എല്ലാ തരത്തിലുള്ള സൽക്കാരങ്ങളൊക്കെ ഉണ്ടാവുന്നു. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് ഞാൻ എൻ്റെ പ്ലാനിൽ ഇങ്ങനെ പറയും ഭയങ്കര എതിർപ്പായിരുന്നു. ട്രെയിനിൽ എങ്ങനെ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ആൾക്കാരുണ്ടാവില്ലേ, റിസ്ക് അല്ലേ എന്നുള്ള ചിന്തയായിരുന്നു. പക്ഷെ ഇത് എല്ലാം കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഈ പിന്നെ വീഡിയോയും ആളുകൾക്ക് എല്ലാവരും കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. എന്തുകൊണ്ട് ഞങ്ങളെയും കൂടി വിളിച്ചില്ല എന്നുള്ള പ്രശ്നം മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ ഞാനത് ആദ്യം തന്നെ തിരുവനന്തപുരത്ത് കയറുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു എങ്ങനെയാണ്, കാരണം ഇത് ഞാൻ കുറച്ച് അവളുടെ കല്യാണം പറഞ്ഞു. കാരണം ഞാൻ ഒന്നാമത് നമ്മൾ പല NGOസിലൊക്കെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കുറേ പേര് അറിയാം. നമ്മൾ നമ്പർ സേവ് ചെയ്തിട്ടില്ലെങ്കിലും പിന്നെ കൈ കൊടുത്ത് സംസാരിക്കുന്ന ആളുകളുണ്ട്. ഇവരോട് എല്ലാവരോടും പറയാന്നുള്ളത് വലിയ ടാസ്ക്കാണ്. കാരണം നമുക്ക് അല്ലെങ്കിൽ പിന്നെ എല്ലാവരും കാണുന്ന ഒരു സ്പേസ് വേണം. അപ്പോൾ 4-5 വർഷമായിട്ട് നമ്മൾ പല സന്നദ്ധ സംഘടനകളും പ്രവർത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് എന്തായാലും ഇത് കല്യാണത്തെക്കുറിച്ച് എനിക്ക് ഇവരോട് പറയണം. അപ്പോൾ ഞാൻ തിരൂർ സ്റ്റേഷനിൽ കയറുമ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടു, ഞാൻ ഈ ട്രെയിനിൽ കല്യാണം കഴിക്കാൻ പോവാണ്, അപ്പോൾ പിന്നെ തിരിച്ച് ഇങ്ങനെയാണ് പ്ലാൻ എന്നുള്ളത്, ഇവിടെ ഇങ്ങനെയാണ് പരിചയപ്പെട്ടത്, അങ്ങനെ ഇട്ടു. അപ്പോൾ തന്നെ ആളുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മെസ്സേജ് വരുന്നുണ്ട് ഇങ്ങനെയാണെന്നുള്ളത്. പിന്നീട് ഇപ്പോൾ ലാസ്റ്റ് ഇത്ര വീഡിയോ വൈറലായതിൻ്റെ ശേഷം ആളുകൾ പൊതുവെ നമ്മുടെ ഫാമിലിയിൽ തന്നെ 2-3 പേര് പറഞ്ഞു ഞങ്ങൾ എന്തായാലും ഇങ്ങനെ കല്യാണം കഴിക്കുള്ളൂ. എനിക്കിപ്പം ഇതിനു മുമ്പ് നമ്മൾ പറയുമ്പോൾ ഒരാൾ ഇല്ലല്ലോ, അതൊന്നും നടക്കൂല, മുപ്പത് നടത്തിയല്ലോ എന്നുള്ളൊരു അത് വന്നു. അപ്പൊ സന്തോഷമായി, അത് ഓക്കെയാണ്. പിന്നെ അനിയന്മാരും പറഞ്ഞു ഇത് സംഭവം കൊള്ളാം. അപ്പൊ ബഡ്ജറ്റ് ഫ്രണ്ട്ലി മാത്രമല്ല, ബഡ്ജറ്റ് മാത്രമല്ല, നമുക്ക് മെന്റലി വലിയ ടെൻഷൻ ഒന്നുമില്ല. നമുക്ക് ഒന്നെങ്കിലും ക്യാഷ് നമുക്ക് പിന്നെ ഉണ്ടാക്കാം, പക്ഷെ ആ സമയത്ത് നമുക്ക് ആകെ ടെൻഷൻ അടിച്ച് ഇതൊരു തവണയേ ഉള്ളൂ, നമ്മുടെ കയ്യിൽ നിന്ന് പരിപാടി അങ്ങോട്ട് പോകും. ഒരു നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പ്രോഗ്രാം നമ്മുടെ പ്രോഗ്രാമാണ്. അത് കുറച്ച് വലിയ പ്രോഗ്രാം ആയി കഴിഞ്ഞാല് പിന്നെ അവരുടെ പ്രോഗ്രാമാണ്. നമ്മളെങ്ങനെ കല്യാണം കഴിക്കുന്ന ഓല് പറയണം. ഇതിപ്പോ നമുക്ക് പ്ലാൻ ചെയ്ത് പറയാം, വേറെ ആവില്ല. പിന്നെ നമ്മൾ തീരുമാനിച്ച ആരും അഭിപ്രായം പറയാൻ കഴിയില്ല, കാരണം ഒക്കെ ഫിനാൻസ് വരുന്നോണ്ടേ അഭിപ്രായം വരുള്ളൂ. ഇപ്പൊ ഇങ്ങനെ ആകുമ്പോൾ അവൻ ചെയ്യുന്ന അത് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഓക്കെ, പിന്നെ ഇത് ക്ലിക്കായ സപ്പോർട്ട് ചെയ്യുന്നുള്ള ഉറപ്പാണ് എല്ലാ കാര്യം. അങ്ങനെ ഞാൻ എൻ്റെ ഒരു വീട് 45 വർഷം മുമ്പ് അച്ഛൻ ഉണ്ടാക്കിയൊരു പഴയ വീടാണ്. അപ്പൊ നമ്മുടെ അവിടെ എങ്ങനെ വെച്ചാൽ വീട് അങ്ങോട്ട് പൊളിക്കുക, പുതിയത് ഉണ്ടാക്കുക, അതാണ് സിസ്റ്റം. എല്ലാം ഇപ്പൊ അടുത്തിടെ റീസെന്റ് ആയിട്ട് ഒരുപാട് പേര് നമ്മളിപ്പോ കഷ്ടപ്പെട്ടുണ്ടാകുന്നത് നമ്മുടെ തലമുറക്ക് ഇടിച്ചു പൊളിക്കുക. അപ്പൊ എന്നോട് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു വീട് നന്നാക്കണം എന്ന് പറഞ്ഞു, പുതിയത് ഉണ്ടാക്കാം, പഴയ വീടൊന്നും പണിയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ കൺഫ്യൂഷനായി പോയി. ഞാൻ 25 വർഷം താമസിച്ചപ്പോൾ എനിക്കൊരു പ്രശ്നമില്ല, പക്ഷെ അത് കാലങ്ങളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ അതിലുണ്ട്. അങ്ങനെ ഞാൻ പണി തുടങ്ങി, വമ്പ നെഗറ്റീവായി. വീട് പണി പഴയ ഓടല്ലേ, ഒന്നും പറ്റൂല. അപ്പോൾ ഞാൻ ഓക്കെ, ഭയങ്കര എതിർപ്പായിരുന്നു. പക്ഷെ ഇത് ഞാൻ പണിത് മെല്ലെ നമുക്ക് അത്യാവശ്യം വേണ്ട യാത്രയിൽ കണ്ട കുറച്ച് കാര്യങ്ങൾ അപ്ലൈ ചെയ്തു. പിന്നെ എല്ലാവരും ശരിക്കും റിസോർട്ടിൽ എന്തിനാണ് പോകുന്നത്, നമ്മൾ പോകുന്നത് നമുക്ക് ഹാപ്പിനെസ് ആയിട്ട് ഇരിക്കാനൊരു സ്പേസ്. ഞാനത് മെല്ലെ ഓരോന്നറിയാതെ വീട്ടിൽ കൊണ്ടുപോകും. പുറത്ത് ടൈലൊക്കെ ഇട്ട് സ്പേസ് ഉണ്ടാക്കി, മരത്തിനിടെ കുറച്ച് ലൈറ്റ് വെച്ചു, സിമ്പിൾ ഒരു വാം ലൈറ്റുകൾ സെറ്റ് ചെയ്തു. പഴയ സാധനങ്ങളൊക്കെ നമ്മൾ യാത്രയിൽ കണ്ടതൊക്കെ ചേഞ്ച് ചെയ്തു. പിന്നെ ഭയങ്കര അഭിപ്രായം, വീട് കാണാൻ ആൾക്കാർ വരുന്നു, വീട് ഇതുപോലെ പൊളിക്കാൻ വെച്ച വീടിന് ആൾക്കാർ വന്ന് നമ്മളെ കൊണ്ടുപോയിട്ട് വീട് കാണിച്ചു തന്നിട്ട് എങ്ങനെയെന്ന് ചോദിക്കുന്നത്. അപ്പൊക്ക് മനസ്സിലായി നമ്മൾ എന്ത് പ്ലാൻ പറഞ്ഞാലും അത് ആർക്കും പിന്നെ മനസ്സിലായിട്ടില്ലെങ്കിൽ എതിർക്കും, അവരെ കാണാത്തതാണെങ്കിൽ പരിഹസിക്കും. പിന്നീട് ഇത് ചെയ്ത് കാണുമ്പോൾ ഇത് കൊള്ളാന്ന് പറയുമ്പോൾ സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഈ കാര്യത്തിൽ ഞാനത് ഇവളോട് പറയുന്നു, നമ്മൾ ഈ സംഭവം എല്ലാവരും എതിർക്കും. നമ്മൾ കല്യാണം കഴിക്കാൻ ഇങ്ങനെയാണ് കല്യാണം കഴിക്കാന്ന് പറയുമ്പോൾ ലോകം മൊത്തം നമ്മളോട് പറയും, ചുറ്റുള്ള ആൾക്കാരും കുടുംബക്കാരും വീട്ടുകാരും പറയും. നമ്മളത് മൈൻഡ് ചെയ്യണ്ട, ഇത് ഫൈനൽ എന്താവും എന്നുള്ളത് നമുക്ക് നോക്കിയാൽ മതി. പിന്നെ ഇപ്പൊ എല്ലാവരും സപ്പോർട്ടാണ്, നല്ല സപ്പോർട്ട്. പൊതുവേ കല്യാണം എന്ന് പറയുമ്പോൾ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഇത് ജീവിതത്തിൽ ഒറ്റത്തവണയല്ലേ ഉള്ളൂ, അപ്പൊ ഇതിന് മാക്സിമം നമ്മൾ ഒരു ഇത് ചെയ്യണം. ആ ഒരു കൺസെപ്റ്റിലാണ് പിള്ളേരെല്ലാം ഇങ്ങനെ ഒറ്റത്തവണ എന്നുള്ള അതിലിപ്പം കുറെയൊക്കെ മാറ്റം വരുന്നുണ്ട്. കുറെ ആൾക്കാർ ഇപ്പം കൂടുതലും എനിക്ക് തോന്നുന്നു ഇൻസ്റ്റയിൽ ഏറ്റവും കൂടുതൽ റീൽ വരുന്നത് ഒപ്പിട്ടിട്ട് അത് മറ്റേ നമ്മള് മറ്റേതല്ല കേട്ടോ, ഇറങ്ങിപ്പോ എല്ലോളം തിരിയല്ല. അല്ല ഞാൻ നമ്മള് പറയണല്ലോ, നമ്മള് സപ്പോർട്ട് ചെയ്യുമല്ലോ, പഠിച്ചിട്ട് ഇറങ്ങി പോകുന്നല്ല, ശരിക്കും രണ്ട് വ്യക്തികൾ തീരുമാനം എടുത്തൊരു ജീവിതത്തിലേക്ക് പോകുന്ന എല്ലാവരും. എനിക്ക് ഭയങ്കര രസം അതോ അവരാണെങ്കിൽ ആഭരണമില്ല, ഒരു കല്യാണ പെണ്ണാന്ന് തോന്നിക്കുന്ന ഡ്രസ്സും ആഭരണം അതില്ലാണ്ട് വളരെ നൈസായിട്ട് രണ്ടുപേരും ഒപ്പിട്ടിട്ട് അവരെ കൈ പിടിക്കുമ്പോ തന്നെയാണല്ലോ നമ്മൾ കാണുന്ന നമുക്ക് എന്തൊരു ഫീലാന്ന് പറയുമ്പോൾ ഗൂസ്ബംപ് വരുന്നു. മനസ്സിലായി, ഭയങ്കര ഫീലാണ്. അയ്യോ അവർ രണ്ടുപേരും നല്ല, നമ്മൾ തന്നെ അറിയാതെ ഇങ്ങനെ പ്രാർത്ഥിക്കാത്ത ഒരാൾ പോലും അയ്യോ നന്നായിട്ടിരിക്കട്ടെ, മനസ്സിലായി, അതൊരു വല്ലാത്തൊരു ഫീലാണ്. എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ പിള്ളേര്. പിന്നെ ഒരുവിധപ്പെട്ട ആൾക്കാർ ഈ പറഞ്ഞ പോലെ അവരുടെ ഇതാണ് ഈ പറഞ്ഞ പോലെ ഒരു മകളെ ഉള്ളു, അല്ലെങ്കിൽ കാണുന്ന ആളുകളെ കാണിക്കണം എന്റെ കയ്യിൽ ഇത്രയും ഉണ്ട്. ഉണ്ടായാൽ മതി, ഇപ്പൊ കല്യാണം തന്നെ വേണമെന്നില്ലല്ലോ. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് പല സമയത്തും കല്യാണത്തിന് കാലത്തൊക്കെ ആളുകൾ ഡാൻസ് കളിക്കാൻ
വീട്ടിൽ പാട്ടിട്ട് ഡാൻസ് കളിക്കുള്ളൂ, അതിന് സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ എന്തിനാ വീട്ടിൽ തന്നെ ഡാൻസ് കളിക്കുള്ളൂ? വീട്ടിൽ ഡാൻസ് കളിച്ച് ആര് കാണാൻ? അതെ, നമ്മൾ കണ്ടിട്ടുണ്ട് തലേന്നൊക്കെ ഇതുവരെ കളിക്കാത്ത ആളുകളൊക്കെ ഡ്രസ്സൊക്കെ റെന്റിട്ട് സെറ്റായി നിൽക്കുക. അപ്പൊ ഞാൻ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ അവിടെ അമ്പലത്തിൽ പൂരം നടന്നു. അപ്പൊ എല്ലാവരും ഡാൻസ് കളിക്കുമ്പോൾ ഈ നൃത്തമാണ് നിൽക്കുന്നത്. അപ്പോൾ ഡാൻസ് കളിക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു കല്യാണം എന്ന് പറയുന്നത് ആളുകളെ സംബന്ധിച്ച് പിന്നെ ഇങ്ങനെ ചിന്തിക്കുന്നത് അതൊരു ഇവന്റ്, ഡാൻസ് കളിക്കാനും ഒരേ ഡ്രസ്സ് ധരിക്കാനും ഇതിലൊക്കെ വേറെ വേറെ സംഭവങ്ങളുണ്ട്. കല്യാണം കത്തിക്കേണ്ട ആവശ്യമില്ല. കല്യാണം രണ്ടുപേരുടെ ഒരു പേഴ്സണൽ തീരുമാനമാണ്. കുടുംബക്കാരോട് പറയേണ്ടതുകൊണ്ട് പറയുന്നു, ആളുകൾ കൂടുന്നു, അവർ സന്തോഷിക്കുന്നു, അല്ലേ? നമ്മൾ കൂടുതൽ അറിയിച്ചോടെ നമുക്കൊന്നും കിട്ടാന്നില്ല, കുറച്ച് പേര് വന്നാലും ഒന്നും കിട്ടാന്നില്ല. അപ്പൊ അതുകൊണ്ട് പണ്ടൊക്കെ ഇപ്പോഴും പറയുന്നുണ്ട്, അതൊക്കെ ഇപ്പൊ പറഞ്ഞു അവിടെ കല്യാണത്തിന് ഫണ്ട് കിട്ടുന്ന പറഞ്ഞാൽ നമ്മൾ ഒത്തിരി പേർക്ക് ഫണ്ട് അങ്ങനെയുണ്ട്. അത് വലിയ സഹായം കേട്ടോ, മലബാർ ജില്ലകളിലൊക്കെ ഭയങ്കരമായിട്ട്. പിന്നെ നമ്മുടെ ഭാഗങ്ങളിലും വലിയ കല്യാണത്തിന് മറ്റേ പൈസ കൊടുക്കാതെ എഴുതി വെക്കുക. അവിടെ അധികം എഴുതി വെക്കാറുണ്ട്. അതായത് കവർ നമ്മൾ പണ്ട് സുഹൃത്തുക്കൾ കല്യാണത്തിന് പെങ്ങന്മാർ കല്യാണത്തിന് പോകും. അപ്പൊ നമ്മൾ എഴുതാതിരിക്കുമ്പോ കുറെ കവറിൽ പേര് എഴുതി ഉണ്ടാവില്ല. അതിൽ ഈ പേര് എഴുതിനേക്കാൾ കൂടുതൽ പൈസ അതിലുണ്ടാവും. ഞാൻ അന്നങ്ങനെ വിചാരിക്കും ഇത് ആരപ്പം അങ്ങനെ തരികയെന്നുള്ളത്. നമുക്കൊന്നും കിട്ടിയില്ല, പക്ഷെ പക്ഷെ അത് ഭയങ്കര സഹായം. പിന്നീട് അത് ആ സമയത്തൊരു ഇപ്പൊ എങ്ങനെ കല്യാണം നടത്തിയാൽ അതൊരു ബാധ്യതയ്ക്ക് പോകും. നമ്മുടെ എത്ര രീതികളായാലും ബാധ്യതയില്ല. അപ്പൊ അതൊരു കുറച്ച് ഒരു സഹായാവുന്ന രീതിയിൽ അതുണ്ട്. അല്ല, നമ്മളെ പറഞ്ഞില്ലേ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ കൊണ്ടാതെ പിണങ്ങിയിരിക്കുന്നവർ, കല്യാണത്തിന് വിളിക്കാത്തതിന് പിണങ്ങിയിരിക്കുന്ന നമ്മുടെ ബന്ധുക്കാരൊക്കെ ഉണ്ട്. എന്തോ ഒരു അല്ല, അതൊരു പാവം പോലെ നമ്മൾ വേറെ എന്തോ തെറ്റ് ചെയ്ത പോലെ ആയിരിക്കും, അല്ലെ? കല്യാണം ഞാൻ നിങ്ങളും ഡ്രസ്സ് എടുത്തു, ഞാൻ സിമ്പിൾ എല്ലാം സിമ്പിളായിട്ടാ ചെയ്തത്. ഞങ്ങൾ ഇവിടെ പോയി കൂത്താമ്പള്ളി പോയി, പാലക്കാട്. അപ്പൊ അവിടെ തന്നെ എടുത്തത്. നമ്മളിതൊന്നും ഞാൻ പറഞ്ഞില്ലേ, ഒരു ഒറ്റ ദിവസം കൊണ്ട് ഒരു ഫോട്ടോയിലോ ഒരു ആൽബത്തിലോ ഒതുക്കേണ്ട കാര്യമില്ലല്ലോ, താരം കാണിക്കാനുള്ളൂ. നമ്മളാ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പൊ വീഡിയോയിൽ കണ്ട ജുബ്ബ ഉൾപ്പെടെ അങ്ങനെ തന്നെയാണ് എല്ലാം. ആർക്കാണ് ഇത്ര ധൃതി? അതെ, നമ്മള് വെറുതെ ഇതായിട്ട് കാര്യമില്ലല്ലോ. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പിന്നെ ഒരു ചായ കുടിക്കുന്ന ലാഘവത്തോടെ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റണം. മറ്റേ നമ്മളിത് കഴിഞ്ഞാൽ ആലോചിക്കില്ലാവോ, ഡ്രസ്സിന്റെ വാടക കൊടുക്കാനുണ്ട്, സാരീന്റെ ഇത് കൊടുക്കാനുണ്ട്, ഇതിങ്ങനെ ഉണ്ടാവില്ല. കണ്ടിട്ടുണ്ട്, എന്റെ സുഹൃത്തുക്കളെ കണ്ടിട്ടുണ്ടേ. അതിക്ക് ഏറ്റവും കൂടുതൽ അപ്രിയേഷൻ കിട്ടിയത് അവരെ ഭാഗത്തുനിന്ന്. നമ്മൾ ഈ 20,000 കോട്ടൊക്കെ വാങ്ങിയ ആളുകൾ എന്നോടൊന്ന് പറയുന്നത് വളരെ നല്ല തീരുമാനമായി. ഇൻസ്റ്റഗ്രാമിലൂടെ കല്യാണം അതിലൂടെ അറിയുന്നവരെ എനിക്ക് സംഭവം അവർ പറയുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് ഈ പറയാത്തേര്, പക്ഷെ എന്റെ കട ആലോചിക്കുമ്പോഴല്ലോ നല്ല സമാധാനം ഉണ്ട്. പൈസ കടല്ല. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ കണ്ടത്, ഇപ്പം പ്രോഗ്രാം നടത്തും, നമ്മള് രജിസ്റ്റർ മാരേജ് വെച്ചായിരുന്നു. അതിന്റെ പിറ്റേന്നാണ് അവിടുത്തെ ഫ്രണ്ട്സിനെ എല്ലാം വിളിക്കാന്ന് വെച്ചത്. അപ്പൊ തലേന്ന് പ്രോഗ്രാമിന് അന്ന് രാവിലെ വിളിച്ചിട്ട് എടാ വീട്ടിൽ വരെ വരണേ, ഉള്ളു കല്യാണം വിളി. വന്നു അവരെല്ലാം അത്ര സന്തോഷത്തോടെ, അല്ലാതെ പിണക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ പുള്ളിയെ കുറച്ചുകൂടെ അറിയാവുന്നത് കൊണ്ടായിരിക്കാം. ഞാൻ റിസപ്ഷന് തലേന്ന് രാത്രി വിളിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് പ്രോഗ്രാം ആണെങ്കിൽ ഇന്ന് രാവിലെ വിളിച്ചിട്ടുണ്ട്. ഞാൻ അവനെ വിളിച്ചില്ലല്ലോ, ഞാൻ അറിഞ്ഞു അല്ലെങ്കിൽ വരുന്നു. അപ്പൊ നമുക്കറിയാം നമ്മൾ ആളുകളിലൂടെ അങ്ങനെ എന്തായാലും വരണം, അല്ലെങ്കിൽ അവിടെ ഇതുണ്ടാവും. ഞാൻ ഗോൾഡ് മാത്രമല്ല, ഞങ്ങൾ സീറോ ഗോൾഡ് ആയിരുന്നു. ഗോൾഡിനെ കുറിച്ച് നമ്മളത് പറഞ്ഞില്ല. അത് പിന്നെ സീറോ ലിക്കർ ആയിരുന്നു. എനിക്ക് നിർബന്ധമായിരുന്നു ആ സംഭവം. ഞാനത് കണ്ടിട്ടില്ല. എനിക്കത് അതുകൊണ്ട് കുറെ ആൾക്കാർ കൂടിയില്ല കല്യാണം, എനിക്ക് പ്രശ്നമില്ല. ഇപ്പൊ ഒരു വൈറലായപ്പോ പിന്നെ ഒരു ഹാപ്പി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ കുറച്ച് പിന്നെ പ്ലാസ്റ്റിക് ഫ്രീ ആക്കണമെന്നുണ്ടായിരുന്നു, അത് നോക്കി അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നടത്തിയത്. വീഡിയോയിൽ പറഞ്ഞു ഇതൊക്കെയായിരുന്നു ആഗ്രഹം, അങ്ങനെ നടത്തണമെന്നുള്ളതായിരുന്നു. പിന്നെ 100% നമ്മുടെ അവിടെ കുറച്ച് ആൾക്കാർ കൂടിയിട്ടുണ്ടായിരുന്നു കല്യാണത്തിന്. അച്ഛന്റെ അങ്ങനെയുള്ളത് പുള്ളിയുടെ ഭാഗത്തു നിന്നുള്ളത് പുള്ളി ക്ലിയർ ആയിട്ട് എല്ലാം ചെയ്തു. മരുമകൻ കണിച്ചക്കാരനായിരുന്നു. അല്ല, ഈ പറഞ്ഞ പോലെ സീറോ ഡവറി എന്ന് പറയുന്നത് അത് എങ്ങനെയായിരുന്നു? അത് പിന്നെ ഞാൻ അത്രയും ഗോൾഡ് എന്ന് പറയുന്നത് മൊത്തം താലി കെട്ടി. അവർക്ക് താലി വേണം, കെട്ടണം എന്ന് പറഞ്ഞു. ഞാൻ താലി കെട്ടി. പിന്നെ മോതിരം ഉണ്ടായിരുന്നില്ല, മോതിരം ഇടാറില്ല. ഞാൻ ചോദിച്ചു അവളോട്, നീ വെഡിങ് റിംഗ് ഇടലുണ്ടോ എന്ന് ചോദിച്ചു. ഇടാറില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ വെറുതെ ആളുകളെ കാണാൻ ഫോട്ടോ കാണാൻ ഇങ്ങനെ വെച്ച് ഫോട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് നാളെ വേണമെന്ന് തോന്നുവാണെങ്കിൽ അല്ലെങ്കിൽ ഇടാം, അത് പിന്നെ പ്രശ്നമല്ലേ. എനിക്കിപ്പോ അതിങ്ങനെ ഫോട്ടോഗ്രാഫറുടെ മെയിൻ ഞാൻ ഇപ്പോഴും കാണില്ല. ഞാൻ അതിന്റെ കുറെ കല്യാണത്തിന് പോകുമ്പോൾ അങ്ങനെ ആലോചിക്കും, അവരിങ്ങനെ ഫോട്ടോ എടുക്കുന്നു. ഞാൻ എന്താ കൈയിന്റെ ഫോട്ടോ എടുക്കാൻ ചങ്ങായി കല്യാണം കഴിക്കുന്നു തോന്നി. കുറെ കാണുമ്പോൾ നമുക്ക് ഇതിനോടൊക്കെ ഒരു തോന്നൂടെ. അപ്പൊ നമുക്കത് പറയാൻ പറ്റില്ല. പറയുമ്പോ എന്റെ കല്യാണത്തിന് കാണാൻ പറയും. ഇതൊക്കെ ഞാൻ പോലെ ഉള്ളിൽ ഇങ്ങനെ ശരിയാക്കി തരാ. എനിക്കിപ്പത് പറയാം ഒരാളോട്, എങ്ങനെ ഒരാള് പിന്നെ എന്ത് ചെയ്താലും എനിക്ക് അവരോട് സംസാരിക്കാം. കാരണം ഞാൻ ഇതിന്റെ ലൈഫിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. പക്ഷെ ഇതിലൊരു ഇതുണ്ട്, പാർവതിയെ പോലെ ഒരു പാർട്ട്ണർ കിട്ടി,
പ്ലസ് അത് ഉൾക്കൊള്ളുന്ന കുറച്ച് ഉണ്ട് ഫാമിലി. നമ്മൾ പറയുന്ന പോലെ അല്ല, നമ്മൾ ഒരുപാട് ആളുകൾക്ക് ഈ ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ എപ്പോഴും ഡിപ്പെൻഡന്റ് ആണ്. നമ്മൾ എത്ര അല്ലാന്ന് പറഞ്ഞാലും നമ്മൾ വീട്ടിൽ ചെലവ് കൊടുക്കുന്ന ആളാണെന്ന് പറഞ്ഞാൽ പോലും എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ ഡിപ്പെൻഡന്റ് ആണ്, നമ്മുടെ ഫാമിലി പേരൻസിന് ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ നമുക്ക് അവർ പറയുമ്പോൾ അവരുടെ ഒരു ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്ത് ഇമോഷണലി കണക്റ്റഡ് ആണ് കുറച്ചും കൂടെ അവർ നമ്മൾ ബ്ലാക്ക്മെയിൽ ചെയ്ത് കളയും. അതായത് അത് പറ്റത്തില്ല, അതെങ്ങനെയാ അത് ശരിയാവില്ലല്ലോ ഇത് നമ്മുടെ വീഡിയോ കാണുമ്പോ എനിക്കതൊക്കെ ഭയങ്കര സന്തോഷമുള്ളതാണ്. സീറോയുടെ അവർ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര, കാരണം സ്ത്രീധനം ഒന്നും അല്ല, കുട്ടിക്ക് പഠിത്തം ഉണ്ടാവണം. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ നാളെ ആരെങ്കിലും ഒരാള്, രണ്ടിലൊരാള്, അതെ തീർച്ചയായിട്ടും, ഒരു പെണ്ണിന് ആണോ ആണിന് പെണ്ണോ, എപ്പോ വേണമെങ്കിലും നമ്മൾ രണ്ട് വ്യക്തികളാണ് ഒന്നിച്ചൊരു മുറിയിൽ താമസിച്ചാൽ എപ്പോ വേണമെങ്കിലും രണ്ടുപേരുടെയും ബ്രീത്തും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു സമയമുണ്ട്. അപ്പൊ അതെപ്പോ വേണമെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇറങ്ങി ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാവണം. അതാണ് അത്. ഇപ്പൊ ഞാനിങ്ങനെ കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പക്ഷെ നമ്മുടെ ഇത് കേൾക്കുന്നവർ പറയും ചേട്ടനൊക്കെ അത് പറയാ, എന്റെയൊക്കെ വീട്ടിൽ പറഞ്ഞ അപ്പൊ അമ്മ മടലിനടിക്കും. മനസ്സിലായോ? അതാണ് പറ്റുന്നവർ ചെയ്യുക. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര്. അത് ഫാമിലിക്ക് ഒരു സപ്പോർട്ടാ, പെൺകുട്ടികളുടെ ഫാമിലിക്ക്. സമ്മതിക്കത്തില്ലെങ്കിലും ഈ കല്യാണം കഴിഞ്ഞ് പെൺപിള്ളേരങ്ങ് പോകും. പിന്നെ അച്ഛനും അമ്മയ്ക്കുമാണ് അതിന്റെ സ്ട്രെസ് മൊത്തം. ഈ ലോൺ എടുത്ത് ഗോൾഡ് വാങ്ങിയ പൈസ അടയ്ക്കണം, പിന്നെ പരിപാടിയുടെ പൈസ, ഇനി കാറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പൈസ, സാധനങ്ങളിലുണ്ടെങ്കിൽ അതിന്റെ പൈസ. ഇവരങ്ങ് പോകും ടൂറും ട്രിപ്പും ആയിട്ട്, അല്ലെങ്കിൽ ലൈഫിലോട്ട് പോയി കഴിയുമ്പോൾ ഇവരാണ് ഇവിടെ കിടന്ന്. സാധാ ഒരു പെൺകുട്ടി ഒരുപാട് പരസ്യങ്ങളൊക്കെ കണ്ടിട്ട് അവൾക്ക് ആഗ്രഹം ഉണ്ടാവും, അയ്യോ എനിക്ക് ഇതുപോലെ ഇത്തിരി സ്വർണ്ണമൊക്കെ ഇട്ട്. അപ്പൊ അവർക്ക് ഒരിക്കലും അത് സാധിക്കില്ലായിരിക്കാം. പക്ഷെ എന്തെങ്കിലും ഒരു സാഹചര്യം അവരുടെ പേരൻസ് ഇവരുടെ ആഗ്രഹത്തിനനുസരിച്ച്, നമ്മളൊക്കെ പറയും തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന പോലെ ആണെങ്കിൽ അവരത് നടത്തിക്കൊടുക്കും. ഇതൊരു വിഭാഗം. ഇന്ന ഒരു വിഭാഗം എന്നു വെച്ചാൽ എനിക്ക് ഇത്ര സ്വത്തം ഉണ്ട്, അതുകൊണ്ട് എന്റെ മോൾക്ക് കൊടുത്തോ പിടിച്ചോ ഒന്നും കുറവ്. മകൾക്ക് എത്ര വേണം. നമ്മൾ തന്നെ കാണുന്ന എത്രയോ പെണ്ണുങ്ങളെ സ്ത്രീധനത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോ വീണ്ടും മോനെ സ്വത്ത് തരാന്നാ പറയുന്നത്, അല്ലേ? അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെയാണൊന്ന് പ്രിവെന്റ് ചെയ്യാൻ പറ്റും? ഇപ്പം പാർവതി എന്ത് പഠിച്ചിട്ട് ചെയ്യണം, അത് ഉറക്കെ പറയുന്നത് കൊല്ലത്ത്. അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ പറയാം, കാരണം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് നടപ്പിലാക്കി. ഞാൻ ഇവളോട് പിന്നെ ഇതിനു മുന്നേ ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോഴും പറഞ്ഞു, നീയായിട്ട് എന്തെങ്കിലും സമ്പാദിച്ച സ്വർണ്ണം ഉണ്ടെങ്കിൽ, അതായത് നിനക്ക് എന്തെങ്കിലും അത് നീ എന്തുപയോഗിച്ചു, നീ സന്തോഷമേ ഉള്ളൂ. അവളും പറഞ്ഞത് ശരിയാണ്. അല്ലാതെ നമ്മൾ പിന്നെ എന്തായാലും ഒരു 20-24 വയസ്സാകുമ്പോൾ നമുക്ക് കിട്ടേണ്ട ബേസിക് വിദ്യാഭ്യാസം നമുക്ക് കിട്ടും, ഡിഗ്രി എന്തോ കിട്ടും. പിന്നെ നമ്മൾ ശ്രമിച്ചാൽ ജോലി കിട്ടാവുന്ന ഒരു നാട്ടിലാണ് നമ്മളുള്ളത്. നമ്മൾ പല കാലം കിട്ടില്ല എന്ന് പറഞ്ഞ് വെറുതെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ മുന്നിൽ അവസരങ്ങൾ വരും, നമ്മളതിന് ട്രൈ ചെയ്താൽ കിട്ടും, ഇല്ലാന്നുണ്ടെങ്കിൽ കിട്ടൂലെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങനെ കല്യാണം കഴിക്കാൻ സ്വർണം ഇട്ട് പിന്നെ കല്യാണത്തിന് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അത് സമ്പാദിക്കാൻ പറ്റാവുന്ന ചുറ്റുപാടാണ് നമുക്കുള്ളത്, അല്ലേ? അപ്പൊ ഞാനിപ്പോ എനിക്കിപ്പോ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ താലി ഞാൻ തന്നെ വാങ്ങണ്ടേ, വേറെ ആരും തരൂലല്ലോ. അപ്പൊ അത് ആ ഒരു തരത്തിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ നമ്മളോട് പറഞ്ഞു ഈ ആഭരണങ്ങൾ ഇടാൻ ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആളായിട്ട് എന്നോട് പറഞ്ഞു ഞാനായിട്ടൊന്നും സ്വർണ്ണമൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല, അപ്പൊ അതുകൊണ്ട് വെരി ഗുഡ് യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ഓക്കെ, പിന്നെ സ്വർണ്ണം ഇഷ്ടം വലിയ താല്പര്യമില്ല. വന്നപ്പോഴും അച്ഛൻ്റെ അടുത്ത് പുള്ളി വന്ന് പറഞ്ഞു ഇതുപോലെ സീറോ ഗോൾഡ് കല്യാണമാണ് എനിക്ക് ആഗ്രഹം. അപ്പൊ വീട്ടിൽ നിന്ന് അച്ഛൻ പറഞ്ഞു പയ്യൻ ഒരാൾ മാത്രം പറഞ്ഞത് കൊണ്ട് കാര്യമില്ല, നാളെ കൊച്ചു പോയി ജീവിക്കേണ്ടത് ഫാമിലിയിലോട്ടാണ്, പേടിയുണ്ടാവും. പിന്നെ തീർച്ചയായിട്ടും ഇത്ര ദൂരത്തോട്ട് കല്യാണം കഴിച്ച് വിടുകയാണ്, നാളെ അവിടെ എന്താ സംഭവിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ പേരിലൊരു സംസാരം ഉണ്ടാവരുത്. അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പം അടുത്ത പ്രാവശ്യം അച്ഛനും അമ്മയും അനിയന്മാരും കൂടെ വന്നപ്പോൾ അവരെല്ലാരും കൂടെ പറയാ ഞങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണ് അതിന്. അപ്പം ഫാമിലിയുടെ ഒരു സപ്പോർട്ട് വന്നു. അപ്പൊ അച്ഛൻ എപ്പോഴും പറയുന്നുണ്ട് നമുക്ക് കല്യാണത്തിന് ഇല്ല, നമുക്ക് ഡെയിലി, ഞാൻ അങ്ങനെ ഗോൾഡ് യൂസ് ചെയ്യുന്ന ആളല്ല പൊതുവെ, എനിക്കങ്ങനെ അങ്ങനെ സ്വർണ്ണ സമ്പാദ്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. അച്ഛൻ ഡെയിലി യൂസിന് ചെയ്യാൻ പറ്റുന്ന ഇതുപോലത്തെ സ്റ്റഡ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ മാത്രം വാങ്ങാം, ഒന്നും കല്യാണത്തിന് യൂസ് ചെയ്യണ്ട. അപ്പം പറഞ്ഞപ്പോഴും ആ സാധനങ്ങളൊന്നും അങ്ങോട്ട് കൊണ്ടുവരണ്ടെന്നുള്ള തീരുമാനമായി അവിടുന്ന്. അല്ല, ഇത് രണ്ട് രീതിയിലുണ്ട്. ഇപ്പൊ സ്വർണ്ണത്തിന്റെ വില ഉയരുകയാണ്, അത് നിങ്ങൾക്ക് ഒരു അസറ്റാണ്, വേണ്ടെന്നുള്ളതല്ല, അതൊരു അസറ്റാണ്. അതെ അതെ തീർച്ചയായിട്ടും. ഞങ്ങള് ഇപ്പൊ ഒരുപാട് ഇങ്ങനെ ഈ സ്ത്രീധനത്തിന്റെ പേരിലൊക്കെ ഉള്ള ഇത് നടക്കുമ്പോഴേ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്,
നിങ്ങൾ ശ്രീധനമല്ല ശരിക്കും കൊടുത്തു വിടേണ്ടത്. പറ്റുമെങ്കിൽ ആദ്യം കുറച്ച് പെങ്കൊച്ചിന് ഒരു സ്ഥലം മേടിച്ചൊരു ഒരു മുറിയെങ്കിലും പണിതിട്ട് കൊടുക്കുക. എപ്പോ വേണമെങ്കിലും വരാം, വന്നാലേ ഏത് നിമിഷം വരാന്ന് വെച്ചാൽ നമുക്കെന്ന് പറഞ്ഞൊരു സ്പേസ് ആണ്. നമ്മളെപ്പോഴും ആണുങ്ങളുടെ വീട്ടിലേക്ക് പോയിട്ട് അവിടെയാണ് നമ്മളോട് ഇടിയിച്ചേരാൻ പറയുന്നത്. ഞാൻ എന്റെ യാത്രകളിൽ ഞാനൊരു നാഷണൽ പ്രൊജക്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഹിമാചലിലെ കുറെ കുട്ടികളുണ്ടായിരുന്നു, ഒരു 60 പേരുണ്ടായിരുന്നു, 40-45 പെൺകുട്ടികളാണ്. അപ്പൊ അതിലൊരു കുട്ടി പിന്നെ നമ്മുടെ ഫ്രണ്ടിന്റെ അനിയത്തിയാണ്. അപ്പൊ നമ്മൾ പോയ സമയത്ത് ഗൂഗിൾ പേ എന്തോ ഒരു ഇഷ്യൂ വന്നു. അപ്പൊ ഞാൻ രണ്ടാമത് കാർഡ് വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പൊ അതിൽ നോക്കുമ്പോൾ 1 ലക്ഷം രൂപയുടെ അടുത്തുണ്ട്. ഞാൻ ഷോക്കായി. കാരണം നമ്മളിപ്പോ ചാടി ഞാൻ കുട്ടിയുടെ പൈസ അല്ല, കേരള കൊടുക്കുന്നു പറയും. അപ്പൊ ഞങ്ങൾ കൊടുക്കും, ഞങ്ങൾ പല സംസ്ഥാനക്കാരുണ്ട്. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഈ പൈസ കുട്ടി എന്താ വീട്ടിൽ ഇത്ര പൈസ ഉണ്ടോ? കാരണം നമുക്ക് സംസാരത്തിൽ തോന്നുന്നില്ല. കുട്ടികളില്ല, ഞാൻ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെനിക്ക് കല്യാണം ആവുമ്പോ പപ്പയ്ക്ക് സർപ്രൈസ് ആയിട്ട് ഈ പൈസക്ക് കൊടുക്കണം. ഞാൻ ഞെട്ടി. ഞാനിങ്ങനെ ആലോചിച്ചു, ഒപ്പമുള്ള ആളുകൾ എന്നെ ആലോചിച്ചു, എന്താ എന്റെ കഥ. ഇവരിങ്ങനെ ഒരു ഗ്രാമത്തിലെ കുട്ടി ഇങ്ങനെ ചിന്തിച്ചല്ലോ, അതൊക്കെ സ്പാർക്ക് ചെയ്തു ആ ഇത്. അപ്പൊ ഞാനപ്പോഴേക്ക് ആലോചിച്ചു, നമ്മളെ കല്യാണം നടക്കുന്നുണ്ട്, ഡ്രസ്സ് ഏപോലെ അടിച്ചു പൊളിക്കുന്നുണ്ട്. എന്റെ അറിവിൽ അങ്ങനെ വളരെ അപൂർവമാണ്. ഇന്നുണ്ട്, ഞാൻ പറയുന്നൊരു 2016-17 ആ സമയത്ത് എനിക്കറിയാവുന്നവർ അങ്ങനെ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ കല്യാണത്തിന് ഹിമാചലിൽ പോയി ഞാൻ. അപ്പൊ ചോദിച്ചപ്പോ 2.5 ലക്ഷം രൂപ എന്താ കൊടുത്തു എന്ന് പറഞ്ഞു. അവിടെ ആകെ എക്സ്പെൻസ് അത് മതി. ഇപ്പൊ ഇവിടുത്തെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മളൊന്നുകൂടി ഒന്ന് ട്രെൻഡ് ആയപ്പോൾ ഇത് ആളുകൾക്ക് പണ്ട് ഒന്നും പറയാൻ സ്പേസ് ഇല്ലല്ലോ, നമുക്ക് കാണിക്കാൻ സ്പേസ് ഇല്ല. ഇന്നിപ്പോ എല്ലാവർക്കും അവരുടേതായ സ്പേസ് കിട്ടുന്നുണ്ട്. നമ്മളതിൽ എത്ര അല്ല എന്ന് പറഞ്ഞാൽ പോലും പെണ്ണുണ്ടായ ബാധ്യതയാണെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ഇന്ന് ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. അതാണ് ഏറ്റവും വലിയ. പെണ്ണാണോ നീ ഇവക്ക് കാശ്, അതായത് പെണ്ണ് ആശുപത്രിയിൽ കൊച്ചുണ്ടാവോ എന്നുള്ളപ്പോ പെണ്ണാണോ എന്ന് കേൾക്കുമ്പോഴേ എന്തോ ഒന്ന് കൊടുത്ത് പറിച്ചു വിടുന്ന ഒരു ഫീൽ ഉണ്ട്. പക്ഷെ ഇപ്പൊ നമ്മള് ലാസ്റ്റ് ഇപ്പൊ നമ്മൾ തന്നെ കൂടിയ ഒരു കല്യാണം, ഒരു 10 കല്യാണം എടുത്ത് നോക്കി, 8 കല്യാണം ലവ് മാരേജ് അവര് ചൂസ് ചെയ്തായിരിക്കും അല്ലെ. ഒരു 5 വർഷം മുമ്പ് അല്ലെങ്കിൽ 4 വർഷം മുമ്പ് നോക്കി ചിലപ്പോ പകുതിയേ ഉണ്ടാവുള്ളൂ. അതിന് ഞാൻ ഇപ്പൊ അവസാനം കൂടി ഒരു 10-ൽ 8-9 അവര് തീരുമാനിച്ചതാണ്. അല്ല ഇപ്പൊ നമ്മള് പോലും ഇതിനകത്തെന്ന് പറയുമ്പോ ആൾക്കാർ പറയും പേരൻസിനെ വിട്ട് അങ്ങനെയൊക്കെ പറയും. പക്ഷെ അതല്ല, നിങ്ങൾ പറഞ്ഞത് തന്നെ 2 സോളാണ്. അതായത് ആൾക്കാർ എപ്പോഴും പറയുന്നത് കേൾക്കാം, നമ്മളൊരു ചായ കുടിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നത്, തിരഞ്ഞെടുക്കുന്നത് നമുക്ക് പറയാൻ പറ്റൂല. കാരണം നമ്മള് ആ സമയം നമ്മൾ ഏറ്റവും നീറ്റ് ആയിട്ടിരിക്കും. ചായ കുടിക്കുന്ന കപ്പ് വരെ നമ്മൾ ഇത് ഞങ്ങള് ഒരു 20 ദിവസത്തെ യാത്രയായിരുന്നു എല്ലാവരുടെ, 20-30 ദിവസത്തെ. അപ്പം ഒരു വ്യക്തിയാണെങ്കിലും ഒരു 10 ദിവസം വരെ അഭിനയിക്കാൻ പറ്റും യാത്രക്കിടയിൽ. അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാവരുടെ സ്വഭാവം പുറത്തു വരും. ഞങ്ങൾ പോയ 18 സ്റ്റുഡൻസിന്റെയും ടീച്ചേഴ്സിന്റെയും ആണെങ്കിലും പുള്ളിയുടെ ആണെങ്കിലും നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡെയിലി കാണുക. സ്ട്രെസ് വരുമ്പോഴായാലും എല്ലാ സമയത്തും കണ്ടുകൊണ്ടിരിക്കുക ആൾക്കാരെ. ഈ 20 ദിവസം നമ്മൾ ഓരോരുത്തരെ വാച്ച് ചെയ്ത് നമുക്ക് മനസ്സിലാകും, ഓക്കെ ഇയാൾ ഇങ്ങനെയാണ്, ഇയാൾക്ക് ഇതുവരെ ഉണ്ട് കാര്യങ്ങൾ. അപ്പം അങ്ങനെയാണ് ആൾക്കാരെ. തീർച്ചയായും ഞാനും അതെപ്പോഴും പറയാം, നമുക്ക് ഒരാളുടെ മുന്നിൽ 3 സെക്കൻഡിൽ കൂടുതൽ അഭിനയിക്കാൻ പറ്റൂല. കാരണം നമ്മളുടെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സാധനം 4ാമത്തെ സെക്കൻഡിൽ നമ്മുടെ വായിൽ ചാടി. പ്രത്യേകിച്ച് യാത്ര ചെയ്യുമ്പോഴേ നമുക്ക് അഭിനയിക്കാൻ പറ്റില്ല. നമ്മളെ യഥാർത്ഥ ബിഹേവിയർ നമുക്ക് പുറത്തു വരും. ഒരു സീറ്റിൽ ഇരിക്കുകയാണെങ്കിലും സാധനം കഴിക്കുകയാണെങ്കിലും അത് ഷെയർ ചെയ്യണം എന്നുള്ള മൈൻഡിലാണെങ്കിൽ അയാൾക്ക് കൊടുക്കും. അല്ല ഒറ്റയ്ക്ക് കഴിക്കണം അത് കഴിക്കും. അത് യാത്ര ഒരിക്കലും അഭിനയിക്കാൻ പറ്റും. 1-2 ദിവസമൊക്കെ പറ്റും. പിന്നീട് കണ്ടിന്യൂസ് ഒരു ക്യാമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം എല്ലാവരുടെയും കൂടെയാണ്. അപ്പം ആരെയും ഇംപ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല ആർക്കും. സത്യം. അല്ല ഇപ്പൊ അതാണ് പറഞ്ഞ വലിയ പോയിന്റ് ആണ്. ഇപ്പൊ ആൾക്കാരെ ഇംപ്രസ് ചെയ്യണ്ട, അവനവൻ ജീവിക്കുക എന്നുള്ളത്. നമ്മുടെ ബ്രീത്തിന് നല്ല ബ്രീത്ത് എടുക്കുക, ആ നല്ല ബ്രീത്ത് വിടുക, മറ്റുള്ളവർക്ക് ബ്രീത്ത് ചെയ്യാനുള്ള സ്പേസ് അയാളുടെ സ്പേസിലേക്ക് നമ്മൾ പോവാതിരിക്കുക. എന്താണെങ്കിലും അടിപൊളിയാവട്ടെ, ലോകം ഇങ്ങനെ നിൽക്കട്ടെ. ഇതൊരു വലിയ മെസ്സേജ് ആണ് എല്ലാവർക്കും. എനിവേ താങ്ക് യു.